ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നീർറവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവദിനമായി നിൽക്കുവാൻ കർത്താവ് ഒരു അവസരം തന്നതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. പക്ഷേ ഞാൻ ഒരു വാക്യം മാത്രം വായിക്കുന്നു. 10-ാം വാക്യം. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു. 10 കന്യകമാരുടെ ഉപമ അറിയാത്ത ക്രൈസ്തവർ ഉണ്ടായിരിക്കില്ല. ധാരാളം സ്കിറ്റ് ഇതിൻ്റെ മിക്കവാറും സഭകൾ ഇതിൻ്റെ സ്കിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവ് പറഞ്ഞു 1-ാം വാക്യത്തിൽ, സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സാക്ഷ്യം. എന്നിട്ട് 2-ാം വാക്യത്തിൽ അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. 3-ാം വാക്യം, ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. അപ്പോൾ യഹൂദന്മാരുടെ വിവാഹത്തിന് പ്രധാനമായി 2 ഭാഗങ്ങളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഞാൻ വായിച്ചറിവാണ്. മണവാളൻ തൻ്റെ സ്നേഹിതന്മാരോടും കൂടെ തോഴന്മാരോടും കൂടെ ആർപ്പോട് ചെന്ന് വധുവിൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ നിന്ന് മണവാട്ടിയെയും കൂട്ടി വിരുന്നിന് വരും. അപ്പോൾ ആ സന്ദർഭത്തിൽ അവനെ എതിരേൽപ്പാൻ പുറപ്പെട്ട കന്യകമാരോട് സാധിച്ചമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇവിടെ വിഷയം ഇതാണ്. 10 പേര് പുറപ്പെട്ടു, അവർ കാത്തിരിക്കുകയാണ്. 5 പേർ ബുദ്ധിയില്ലാത്തവർ, 5 പേർ ബുദ്ധിയുള്ളവർ. അവരിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. 5 പേർ പാത്രത്തിൽ എണ്ണ എടുത്തു, അവർ ബുദ്ധിയുള്ളവർ. 5 പേർ വിളക്കെടുത്തു, പക്ഷേ എക്സ്ട്രാ എണ്ണ എടുത്തില്ല. മണവാളൻ താമസിക്കും തോന്നിയപ്പോൾ അവർ ഉറങ്ങി. പെട്ടെന്ന് ആർപ്പുവിളി ഉണ്ടായി. ഉണർന്ന് വിളക്ക് തെളിച്ചപ്പോൾ 5 പേരുടെ വിളക്ക് മങ്ങാൻ തുടങ്ങി. 5 പേരുടെ വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. അവരെക്കുറിച്ചാണല്ലോ പറഞ്ഞ ഒരുങ്ങിയിരുന്നവർ. വിളക്ക് കത്തിക്കൊണ്ടിരുന്ന, വിളക്ക് മങ്ങാത്ത കരുതലുള്ള അവരെക്കുറിച്ചാണ് പറഞ്ഞ ഒരുങ്ങിയിരുന്നവർ. എന്താണെന്ന് കാണിക്കുന്നത്? കുറേ നാളായി, അല്ലെങ്കിൽ 1 മാസമായി എൻ്റെ അന്തരാത്മാവിൽ ആ വിഷയം അതിശക്തിയായി വ്യാപരിച്ചുകൊണ്ട്. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മുടെ പുസ്തകത്തെല്ലാം ബുദ്ധിയുള്ളവരെന്ന് നമ്മൾ തർജ്ജമയിൽ. എന്നാൽ ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ നോക്കിയാൽ ഏതാണ്ട് 25ഓളം വേർഷൻസ് ഞാൻ നോക്കിയപ്പോൾ ഇതിലെല്ലാം കാണുന്ന വൈസ് 2 വാക്കാണ്. വൈസ് അല്ലെങ്കിൽ പ്രൂഡൻറ്റ്. ചുരുങ്ങിയ ഇതുകളിൽ വേർഷനുകളിൽ പ്രൂഡൻറ്റ് എന്ന് കണ്ടു. ബാക്കിയെല്ലാം വൈസ്. ബുദ്ധിയുള്ളതെന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റോ അല്ലെങ്കിൽ ക്ലവറോ മതി. ഇൻ്റലിജൻറ്റ്, ബ്രില്യൻറ്റ് എന്ന് പറയാം. എന്നാൽ വൈസ് അതല്ല, ജ്ഞാനമുള്ളവർ. അപ്പോൾ അല്ലെങ്കിൽ പിയോസിൽ എഴുതിയിരിക്കുന്നത് വിവേകവതികളായ കന്യകമാർ, വിവേകമുള്ളവർ, പ്രൂഡൻസ്. അപ്പോൾ വെറും ബുദ്ധിയല്ല, ജ്ഞാനമുള്ളവർ. ഇത് മണവാളിനെ ഇതൊന്നും യാദൃച്ഛമായിട്ട് കാത്തിരുന്നവരുമല്ല. അവരതിനെക്കുറിച്ച് അറിഞ്ഞ് കേട്ട് ആ സന്ദർഭത്തെ അറിഞ്ഞ് അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നവരാണ്. അല്ലാതെ യാദൃശ്യമായി എന്തോ കേട്ടിട്ട് ഇറങ്ങിപ്പോയവരുമല്ല. ഈ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു 3 ചിന്തകൾ ദൈവജന സമക്ഷം സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ലോക സംഭവങ്ങളെല്ലാം കാണുമ്പോൾ ഞാൻ യൂട്യൂബിൽ ധാരാളം വീഡിയോകൾ കാണാറുണ്ട്. അന്ത്യകാല സംഭവങ്ങൾ, കാലമടുത്തു, ലോക സംഭവങ്ങളെയെല്ലാം വിശദീകരിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ പറയുന്ന ധാരാളം വീഡിയോകൾ. പക്ഷേ ഞാനതിൽ മിസ്സിംഗ് ആയിട്ട്
നിർഭാഗ്യവശാൽ ഒരു കാര്യം കാണുന്നു, ഈ ഒരുക്കത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് പറയാൻ വോള്യൂംസ് വേണം, പക്ഷേ ഞാൻ അങ്ങോട്ടും പോകുന്നില്ല. ഒരുക്കത്തെക്കുറിച്ച് അവനെ സ്വീകരിപ്പാൻ മണവാളനെ യേശുക്രിസ്തു വരും എന്നെല്ലാവരും പറയുന്നു. ഈ സ്ഥിതി അധികം നാൾ തുടരത്തില്ല എന്നും പറയുന്നു. ഒരുപക്ഷെ ഈ കർത്താവിൻ്റെ വരവിന് മുമ്പുള്ള അവസാനത്തെ തലമുറയാണ് നമ്മുടേതെന്നും പറയപ്പെടുന്നു. എന്നാൽ അവനെ കാണാൻ, അവനെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? ആമോസ് പറയുന്ന പോലെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരുക്കമുണ്ട്. ഒന്ന്, മാർക്കറ്റിൽ പോണേ പോലും അല്പമെങ്കിലും നാം ഒരുങ്ങിച്ചേ പോകത്തുള്ളൂ. വീട്ടിന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ അല്പസ്വല്പമെങ്കിലും നമുക്ക് ഒരുക്കമുണ്ട്. അപ്പോൾ ചരിത്രത്തിലെ അതിപ്രധാനമായ ഈ കാര്യത്തിന് വേണ്ടി നാം ഒരുങ്ങണ്ടേ? ആ ബന്ധത്തിൽ ഒരുങ്ങിയിരുന്നവർ 5 പേരേ ഉള്ളൂ. മറ്റവർ ഒരുങ്ങിയിരുന്നവരല്ല, പിന്നെ വാങ്ങിക്കാൻ പോയവരല്ലേ. ഒരുങ്ങിയിരുന്നവർ എന്താണ് അവരുടെ സ്വഭാവം? എന്താണ് അവരുടെ പ്രത്യേകത? അവർ ബുദ്ധിയുള്ളവർ, പാത്രത്തിൽ എണ്ണയെടുത്തവർ. നമ്മളത് കൊണ്ടങ്ങ് നിൽക്കും. ഈ കഴിഞ്ഞ മാസത്തിൽ എൻ്റെ ആത്മാവിനോട് സംസാരിക്കുകയും എൻ്റെ ജീവിതത്തെ ഉണർത്തുകയും ചെയ്ത 3 ചിന്തകൾ എന്നോട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഒരുങ്ങിയിരുന്നവർ അല്ലെങ്കിൽ വൈസ്, വിവേകമതികൾ അല്ലെങ്കിൽ ജ്ഞാനമുള്ളവർ. അവരെന്താ ചെയ്തത്? ഇനി ജ്ഞാനമുള്ളവർ അതോടെ ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ജ്ഞാനമുള്ളവർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ജ്ഞാനികൾ. ഇവിടെ ജ്ഞാനി ആരാണ്? 1 കൊരിന്ത്യർ 1-ാം 20-ാം വാക്യത്തിൽ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? അതിൻ്റെ മുകളിൽ ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ? വീണ്ടും 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 ആ ഭാഗത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 19-ാം വാക്യം, ജ്ഞാനികളുടെ ജ്ഞാനം അവൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. ഇവിടെ വേദപുസ്തകത്തിൽ ജ്ഞാനി എന്ന് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? 22-ാം വാക്യത്തിൽ യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ജ്ഞാനം കുറേ ഡിഗ്രികൾ, വർഷങ്ങളുടെ പഠനത്തിൽ അങ്ങനെ നീണ്ട് പഠിച്ച് അങ്ങനെ ഡിഗ്രികൾ ധാരാളം എടുത്താൽ നാം ജ്ഞാനിയാകുമോ? തീർച്ചയായിട്ടും ആയേക്കാം. പക്ഷേ ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ ജ്ഞാനം. ഒത്തിരി അറിവ് സമ്പാദിച്ച ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ മുന്നിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, എനിക്കൊന്നും അറിയില്ല. ആ സത്യം. ദൈവം വെളിപ്പെടുത്തി തരുന്നതല്ലാതെ, ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുന്നതല്ലാതെ ഒന്നും അറിയത്തില്ല. അപ്പോൾ വേദപുസ്തകം പറയുന്ന ജ്ഞാനി എന്ന് പറയുന്നത്, യോബ് പറഞ്ഞു, കർത്താവിനുള്ള ഭക്തി തന്നെ ജ്ഞാനം. സദൃശവാക്യത്തിലും സംഗീതത്തിലും ഉണ്ട്. എല്ലാ കുഞ്ഞുങ്ങളെ കൊച്ചു വാക്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അപ്പോൾ അറിയേണ്ടവനെ അറിയുന്നതാണ് ജ്ഞാനം. അവനെ അറിയാതെ മറ്റെന്തറിഞ്ഞാലും ജ്ഞാനമല്ല. അങ്ങനെ വരുമ്പോൾ അതാ പറഞ്ഞേ, ലോകത്തിലെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ? ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിഞ്ഞില്ല. അപ്പോൾ വേറെ ജ്ഞാനികളെന്ന് പറഞ്ഞത് അവർ മൂഢരായിപ്പോയി. വേദപുസ്തക ഭാഷയിൽ ജ്ഞാനി എന്നുള്ളത് അല്ലെങ്കിൽ വോയിസ് എന്ന് പറയുമ്പോൾ ആരാണെന്നറിയാവോ? കർത്താവായശുവിനെ അറിഞ്ഞവനും അവനെ കണ്ടവനും അവനെ അന്വേഷിച്ച അവനെ കണ്ടെത്തിയവനുമാണ് ദൈവത്തിൻ്റെ ഭാഷയിൽ ജ്ഞാനി. അപ്പോൾ നമുക്ക് ആ അർത്ഥത്തിൽ ഇതിങ്ങോട്ട് വരുമ്പോൾ ഒരുങ്ങിയിരുന്നവർ ഒരു ദൗത്യത്തിനായി, ഒരു പ്രത്യേക കാര്യത്തിനായി അവർ ഒരുങ്ങിയിരിക്കുക. അവൻ വന്നു, അവനോട് മണവാളനോട് പോയി വാതിൽ മടച്ചു. എന്താണ് ഒരുങ്ങിയിരുന്നെന്ന് പറഞ്ഞാൽ, ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ടായിരുന്നു? അല്ലെങ്കിൽ ജ്ഞാനമുള്ള 10 കന്യകമാർക്ക് വിവേകമതികളായ 5 കന്യകമാർക്ക്, ജ്ഞാനമുള്ള 5 കന്യകമാർക്ക്
എന്താണ് അവരെക്കുറിച്ച് എന്താ പറയാനുള്ളത്? 3 കാര്യങ്ങൾ ഞാൻ ദൈവാത്മാവ് ഞാൻ പങ്കുവെക്കട്ടെ. 1, അവർ കാര്യഗൗരവമുള്ളവരായിരുന്നു. കാര്യഗൗരവം. എങ്ങനെ കാര്യഗൗരവമുള്ളവർ? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യാദൃച്ഛികമായിട്ടല്ല അവരാ മണവാളനേക്കാളും പുറപ്പെട്ടത്. അവർ അതിനെക്കുറിച്ച് കേട്ടു, അതിനെക്കുറിച്ച് അറിഞ്ഞു, അതിനായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു, അവർ അതിന് നിയോഗിക്കപ്പെട്ടു. അല്ലാതെ യാദൃശ്യമായി വന്നവരില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അക്കാര്യം അവർ ഗൗരവമായി എടുത്തു, സീരിയസ് ആയി എടുത്തു, പ്രധാനമെന്ന് എടുത്തു. അതിനനുസരിച്ച് അവരുടെ കരുക്കൾ നീക്കി. അവർ പോകുമ്പോൾ അതുകൊണ്ടാണ് സീരിയസ് ആയി എടുത്തുകൊണ്ടാണ് അവർ എണ്ണയും എടുത്തത്. അപ്പോൾ കർത്താവ് പറഞ്ഞ ചില വാക്യങ്ങൾ, ചില വാചകങ്ങൾ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകും. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ അതിൻ്റെ 21-ാം വാക്യത്തിൽ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. മണവാളനോടുകൂടെ അകത്ത് കടക്കണമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. കർത്താവേ 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 കർത്താവേ. പിന്നെ വേർന്ന ആ എണ്ണയില്ലാതെ അല്ലെങ്കിൽ വിളക്ക് അണഞ്ഞു തുടങ്ങിയ 5 കന്യകമാർ പോയി വാങ്ങിച്ചിട്ട് അവരും പറഞ്ഞത് കർത്താവേ ഞങ്ങൾക്കും തുറക്കാമെന്നാണ്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ എവിടെ നിന്ന് എനിക്കറിയത്തില്ല, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് 1000 പ്രാവശ്യം ആയുസ് മുഴുവൻ വാഗണ്ട് ഉരുവിട്ടാലും യാതൊരു പ്രയോജനമില്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാതെ. ഇനി കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്യം കൂടെ, മത്തായി 7:24, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വിടുമത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അവിടെ ശ്രദ്ധിക്കും, എൻ്റെ വചനങ്ങളെ കേട്ടാൽ മാത്രം പോരാ, യേശുവിൻ്റെ വചനങ്ങൾ ഒത്തിരി ആൾ ഇന്നും കേൾക്കുന്നു. മഹാത്മാഗാന്ധിയുടെ വളരെ വളരെ എന്താ പറയുക ഫേവററ്റ് ആയിരുന്നു ഗിരിപ്രഭാഷണം. പലർക്കും ഇന്നും ലോകത്തിലെ വലിയ ആളുകൾ, അറിവുള്ളവർ ഗിരിപ്രഭാഷണത്തെ ഉദ്ധരിക്കാറുണ്ടല്ലോ. പക്ഷേ എന്ത് ഗുണം? എൻ്റെ വചനങ്ങളെ കേട്ട് അതുപോലെ ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനപ്പെട്ട്, മറ്റു വാക്കിൽ പറഞ്ഞാൽ അതിനെ സീരിയസ് ആയി എടുത്ത് അതിന് അർഹിക്കുന്ന ഗൗരവം കൊടുത്ത് എൻ്റെ കർത്താവിൻ്റെ വചനങ്ങളാണെന്ന് ഉൾക്കൊണ്ട് അതിന് ജീവിതത്തിൽ ഇടം കൊടുത്ത് അതിനൊത്തോണം, തനിക്കൊത്തോണം അതിനെ മാറ്റുകയല്ല, അതിനൊത്തോണം തൻ്റെ ജീവിതത്തെ മാറ്റി ദൈവേഷ്ടത്തിന് സമർപ്പിച്ച് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആര് ഏൽപ്പിക്കുന്നോ അവരാണ് കാര്യഗൗരവമുള്ളവർ, അല്ലെങ്കിൽ ഒരുങ്ങുന്നവർ. അതിനെ സീരിയസ് ആയി എടുത്തു. ഇപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നിത്യജീവിതത്തിൽ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സീരിയസ് ആയി എടുക്കാറില്ല. ചില അവജ്ഞയോട് തള്ളിക്കളെ, ചിലത് മൈൻഡ് ചെയ്യാറില്ല, ചില അല്പമൊക്കെ ശ്രദ്ധിക്കും. എന്നാൽ സീരിയസ് ആയി എടുക്കേണ്ടത് സീരിയസ് ആയി എടുക്കും. ഇപ്പോൾ ഒരു കോടതിയിൽ നിന്ന് സമൻസ് വന്നിരിക്കട്ടെ, സമൻസ് വന്നാൽ അത് സീരിയസ് ആയി എടുക്കും. വന്നത് കോടതിയിൽ നിന്നാണ്, അതിനനുസരിച്ച് നാം പ്രവർത്തിക്കും. എങ്കിൽ സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും വലിയ അധികാര കേന്ദ്രത്തിൽ നിന്ന്, എന്നേക്കുമുള്ള അധികാര കേന്ദ്രത്തിൽ നിന്ന് വരുന്ന വചനങ്ങളെ നാം ഗൗരവത്തിൽ എടുത്തില്ല എങ്കിൽ കാര്യം പോക്കാം. മറ്റേ കന്യകമാർക്ക് പറ്റിയതാ. അപ്പോൾ ഒന്ന്, വിവേകമതികൾ അല്ലെങ്കിൽ ജ്ഞാനികൾ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവരുടെ ലക്ഷണമാണ് അവരെ ഒരു കാര്യം കേട്ടാൽ അതിനെ ഗൗരവത്തിലെടുക്കും. അത് വന്ന സ്ഥാനം മനസ്സിലാക്കി അതിനെ ഗൗരവത്തിൽ കാര്യഗൗരവമുള്ളവർ അതിനനുസരിച്ച് ജീവിക്കും, നീങ്ങും. ഒന്ന്. രണ്ട്, അവർ രണ്ടാമത് പാത്രത്തിൽ എണ്ണയും വിളക്കോട് കൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. വിളക്കിൽ മാത്രം പോരെ, പാത്രത്തിലും എടുത്തല്ലോ. കരുതലുള്ളവർ, കരുതൽ ഇരിക്കട്ടെ, അല്പം എണ്ണ ഇരിക്കട്ടെ കയ്യിൽ, അല്ലെങ്കിൽ കരുതലുള്ളവരായിരുന്നു, ഒരുങ്ങിയിരുന്നവർ എന്ന് പറയുമ്പോൾ കരുതലുള്ളവരായിരുന്നു. ഉത്തമഗീതത്തിലെ ഒരു വാക്യമുണ്ട്, എൻ്റെ പ്രിയ, ഞാൻ നിനക്കായി
പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. പഴയത് കളഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിലുണ്ട്. പഴയെന്ന് പറഞ്ഞാൽ പഴയ ജീവിതമല്ല ഉദ്ദേശിക്കുന്നത്. ആദ്യം എനിക്കുണ്ടായിരുന്നു ഇല്ല, താലന്ത് കിട്ടിയവനും എന്താ പറഞ്ഞേ, 5 താലന്ത് കിട്ടിയവൻ വന്നപ്പോൾ ഞാൻ 5 കളഞ്ഞു, 5 നേടി എന്നല്ല പറഞ്ഞത്. കർത്താവേ നീ തന്ന താലന്ത് കൊണ്ട് ഞാൻ 5 കൂടെ നേടി. മറ്റേ വാക്കിൽ പറഞ്ഞാൽ ഉണ്ടായിരുന്ന ഒരു കാലത്ത് കർത്താവിൽ നിന്ന് പ്രാപിച്ചതും ഉണ്ടായിരുന്നതുമായ എല്ലാം ഇന്ന് ഞാൻ സൂക്ഷിച്ചു. അതിനോടുകൂടെ ഞാൻ കൂടുതൽ നേട്ടമുണ്ടാക്കി വർദ്ധിപ്പിച്ചു എന്ന് പറയാൻ കഴിയണം. കരുതൽ, ആത്മീയ കരുതൽ കിട്ടുന്നതല്ല. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ദീപാവലി ഒളിച്ച് എല്ലാം വേസ്റ്റാക്കി. ഇല്ല, മുടിയമ്പൂത്തൻ്റെ കാര്യം പറഞ്ഞ പോലെ അവന് കിട്ടി, അപ്പൻ്റെ സ്വത്ത് കണക്കിന് കിട്ടിയതോ കണക്ക് പറഞ്ഞു വാങ്ങിച്ചു, കൊണ്ടുപോയി കളഞ്ഞു, കുളിച്ചേച്ച് ലോഹ ഭിക്ഷക്കാരനായിട്ട് തിരിച്ചു വന്നു. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നാം അർഹിക്കാത്തത്, നാം പ്രതീക്ഷിക്കാത്തത് ദൈവം നമുക്ക് കൃപയാൽ തന്നിട്ട് അതിനെ അർഹിക്കുന്ന ഗൗരവം കൊടുത്ത് കാത്തു സൂക്ഷിക്കാതെ കളഞ്ഞു കുളിച്ച ഒരു കരുതലുമില്ലാതെ സമയത്തിന് ഉതകാതെ ക്രിസ്തീയ ജീവിതം പോകുന്നില്ലേ? കരുതലുള്ളവരായിരുന്നു. ജ്ഞാനമുള്ളവർ കരുതും. പാത്രത്തിൽ എണ്ണയും എടുത്തു. സ്തോത്രം. വാസ്തവം പറഞ്ഞാൽ ഇനി അടുത്ത ചിന്തയാണ് ഞാൻ ആരംഭത്തിലേ പറയേണ്ടതാണ്, പക്ഷേ ഞാൻ അവസാനമാണ് പറയുന്നത്. അതോടെ കേൾക്കുമ്പോൾ നമുക്ക് കാര്യം കുറെ കൂടെ ഗൗരവത്തിൽ മനസ്സിലാകും. ഒന്ന്, കാര്യഗൗരവമുള്ളവർ. ഒരുങ്ങിയിരുന്നവർ എന്ന് പറയുമ്പോൾ അവർ കാര്യഗൗരവമുള്ളവരായിരുന്നു. 2, അവർ കരുതലുള്ളവരായിരുന്നു. ആവശ്യം വന്നാൽ ഇരിക്കട്ടെ, ഒന്നും കളഞ്ഞില്ല. 3, അത് ഞാൻ ഇംഗ്ലീഷ് ഒരു ഭാഷാന്തര ഒരു പാരഫ്രേസ് എഡിഷനിൽ ഞാൻ വായിച്ചത്, ദർ ഫാർ സൈറ്റഡ്, ദീർഘവീക്ഷണമുള്ളവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ ഒരുങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു. നമുക്ക് സാധാരണ ഈ കാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് എന്നൊക്കെ പറയാനുണ്ടല്ലോ. ചിലർക്ക് ഷോർട്ട് സൈറ്റേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അല്പദൂരം കാണാം, അതിനപ്പുറം കാണാനൊക്കെ ഒത്തില്ല. പിന്നെ കാണുന്നത് നല്ല കട്ടിയുള്ള കണ്ണട ഉപയോഗിക്കാം. ചിലരുടെ ലെൻസ് ഒത്തിരി കട്ടിയുള്ളതായിരിക്കുമല്ലോ. എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്, നമുക്ക് കാര്യം അറിയാമല്ലോ. ഇതുപോലുള്ള അനേകർ ആത്മീയ മണ്ഡലത്തിലുമുണ്ട്. ഇന്നത് കൂടുതലാണ്. ഇന്ന് വാസ്തവം പറഞ്ഞാൽ ആത്മീയ മണ്ഡലത്തിൽ ആ രോഗം വ്യാപിച്ചിരിക്കുക. ഏതാ? ദീർഘവീക്ഷണമില്ലാത്ത, വിദൂരമായി കാണാൻ കഴിയാത്ത. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവൻ വാഗ്ദത്തത്തിന് അവകാശികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നോക്കണം, കൂടാരങ്ങൾ പാർത്തുകൊണ്ട് നഗരത്തിനായി ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരത്തിനായി കാത്തിരുന്നു. ഇയ്യോബും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി വേളയിൽ പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും. എൻ്റെ കണ്ണ് അവനെ കാണും, അന്യനല്ല. സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. എന്ത് വിശ്വാസമാണ്! ആശയ്ക്ക് ഒരു വഴിയുമില്ലാത്ത സമയത്തും അവൻ്റെ കണ്ണ് തൽക്കാല സാഹചര്യത്തിലല്ല, ഭാവിയില്ല. അന്യനല്ല, അവൻ പൊടിയിൽ നിൽക്കുമ്പോൾ എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എത്ര ഉറപ്പോടാവൻ പറയുന്നത്, എത്ര പാകൽപ്പത്തോടെ അവൻ ഏറ്റു പറയുന്നത്. വാസ്തവം പറഞ്ഞാൽ ഒരുങ്ങിയിരിക്കുന്ന വ്യക്തിയുടെ ലക്ഷണം ഇതാ. ഞാൻ അടിക്കടി പല വീഡിയോകളിലും ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാക്യമുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ താൻ നിർമ്മലയിരിക്കും. താൽക്കാലിക വീക്ഷണമല്ല, ദൂരദർശനം, വിദൂരത്തിലേക്ക്.
എന്നാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ജീവിതത്തെ ഭരിക്കുന്ന അതാണ് എന്ന് പറയാമല്ലോ. എൻ്റെ ജീവിതത്തെ ഭരിക്കുന്ന എനിക്ക് അവനെ കാണണം, അവനെ പോലെയാകണം. അല്ലെങ്കിൽ അതിപ്പോഴത്തെ താൽക്കാലിക കാര്യങ്ങളല്ലല്ലോ. ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. അപ്പോൾ ദൂരവീക്ഷണം, ദൂരക്കാഴ്ചയുള്ളവരാണ് ഈ സദൃശവാക്യം 31-ാം അധ്യായത്തിലും വിലാപങ്ങൾ 1-ാം അധ്യായത്തിലും 2 വാക്യങ്ങളുണ്ട്. സദൃശവാക്യം 1-ാം അധ്യായത്തിൽ ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരി തോന്നുന്നു. 31-ന്റെ-25 തോന്നുന്നു. ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരി ഇടുന്നു. ശരി. വിലാപങ്ങൾ 1-ല് കാണുന്ന അവൾ ഭാവികാലം ഓർത്തില്ല. അപ്പോ എപ്പോഴും നാളേക്കായി കരുതുന്ന, നാളെ ഓർക്കുന്ന ഒരു ജീവിതം. ഈ ഒരുങ്ങിയിരുന്നവരെന്ന് പറയുമ്പോൾ അതാ ചിന്തിക്കണ്ടേ, നാളേക്കായി. അപ്പോൾ ഈ ഷോർട്ട് സൈറ്റ് വന്നാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ ദൂരക്കാഴ്ചയില്ലെങ്കിൽ എന്തോ ഇരിക്കും? വേദപുസ്തകത്തിൽ വല്ലതും പറയുന്നുണ്ടോ? ഉണ്ട്. 2 പത്രോസ് 1-ാം അധ്യായം 9-ാം വാക്യം. ഇന്ന് ഭൂരിപക്ഷം പേരും അനുഭവപ്പെടുന്ന ഒരു രോഗമാണല്ലോ ഷോർട്ട് സൈറ്റ്, ഹ്രസ്വദൃഷ്ടി. ഒന്ന് നോക്കാമേ. അവയില്ലാത്തവനോ കുരുടൻ അത്രേ. അവൻ തൻ്റെ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അവയില്ലാത്തവനോ കുരുടൻ അത്രേ. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും ഷോർട്ട് സൈറ്റ് ഉള്ളവനും. കാണാം, പക്ഷേ കുറച്ചേ ഉള്ളൂ, ദൂരെയൊന്നും കാണാൻ വയ്യ. അവയില്ലാത്തവൻ, ഏവയില്ലാത്തവൻ. പത്രോസ് ദൈവജനത്തെക്കുറിച്ച് പറയുന്നതാണ്, അല്ലാതെ അവിശ്വാസത്തെക്കുറിച്ച് പറയുന്നതല്ല. അവയില്ലാത്തവൻ ഏവ. അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. ഇവ, അവ. 8-ൽ ഇവ, 9-ാം വാക്യത്തിൽ അവ. ഇതെന്താണ്? അതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ 5-ാം വാക്യം 5, 6, 7 വായിച്ചാൽ കാര്യം മനസ്സിലാകും. പത്രോസ് പറയുന്നു, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച. ഇന്ന് വലിയ ഉത്സാഹമാണ്. എന്തിനാ? എന്നിട്ടാണ് 8-ാം വാക്യത്തിൽ പറഞ്ഞ് ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. ഏതാ? 5-ാം വാക്യം വിശ്വാസം, വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. ഇത് കൂട്ടിക്കൊള്ളു. ഇവയുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നോക്കണം, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവന് സുദൃഷ്ടി. മറ്റു വാക്കി പറഞ്ഞാൽ നാം ഒരുങ്ങിയിരിക്കുന്നു എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നാം ദീർഘദൃഷ്ടിയുള്ളവരായിരിക്കും, ഭാവിയെക്കുറിച്ച് ചിന്തയും കരുതലും ഉള്ളവരായിരിക്കും. എന്താണത്? വേദപുസ്തകത്തിൽ എന്താ ഭാവിയെക്കുറിച്ച്? ബാങ്ക് ബാലൻസ് ആണോ? എസ്റ്റേറ്റ് ആണോ? മറ്റ് നിക്ഷേപങ്ങളാണോ? എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തോട് അത് എങ്ങനെ തോന്നും പോലെ അല്ല. സൗകര്യം കിട്ടുമ്പോഴാകട്ടെ, ഞാൻ ചെയ്യാം, സമയം കിട്ടട്ടെ എന്ന് പറഞ്ഞല്ല. സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് വീര്യവും. 10 കൊല്ലം മുമ്പ് നല്ല വിശ്വാസം. നമ്മളെല്ലാം ഇന്ന് ഭൂതകാലമായവരൊക്കെയാണ് ജീവിക്കുന്നവരാണ്. ഞാനിങ്ങനെ ഒരു പഴഞ്ചൊല്ലോ എനിക്ക് ഓർമ്മ വരുന്നു. ആയ കാലത്ത് ഞാൻ 6 ആഞ്ഞിലിച്ചക്ക ഒന്നിച്ചു തിന്നതാ. ആഞ്ഞിലിച്ചക്ക ഇത്രയേ ഉള്ളൂ, അത് വേറെ കാര്യം. ആയ കാലത്ത് വീമ്പ് പറയാൻ, ഭൂതകാലത്തെക്കുറിച്ച് പൊങ്ങച്ചം പറയാൻ നമ്മൾ അയ്യോ എന്തു നല്ല കൂട്ടായ്മ, രക്ഷിക്കപ്പെട്ടപ്പോൾ ഭയങ്കര ഭക്തി, ഭയങ്കര സ്നേഹം.
ആത്മാസ്നാനം പ്രാപിച്ച സമയത്ത് എന്തോ ആയിരുന്നു, നൃത്തം ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര അനുഭവമായിരുന്നു. കർത്താവ് ഇപ്പോൾ ഒന്നാമത് ഞാൻ തോന്നിപ്പോകുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇപ്പം എന്തിയേ? ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊരു കാര്യം, ലവോദിക്ക സഭയെക്കുറിച്ച് പറഞ്ഞ പോലെ അരിഷ്ടനും നിർഭാഗ്യനും നഗ്നനും കുരുടനും ആകെ അവശർ. ഇതല്ലേ ഇന്നത്തെ അവസ്ഥ. വിശ്വാസത്തോടെ വീര്യം, മികവുറ്റ വിശ്വാസം, അല്ലെങ്കിൽ ഓരോ നാളും വിശ്വാസം പുതുക്കപ്പെട്ട് ഒരായുധം ഉപയോഗിക്കണമെങ്കിൽ, നന്നായി ഉപയോഗയോഗ്യമാകണമെങ്കിൽ അത് എന്നും തേച്ചു മിനുക്കി ഉപയോഗയോഗ്യമായി വെച്ചേക്കും. അല്ലാതെ 10 കൊല്ലം മുമ്പുള്ള സാധനം തിരിഞ്ഞു നോക്കാതെ ഇന്ന് ഉപയോഗിക്കേണ്ടത് അത് തുരുമ്പ് പിടിച്ച് വല്ലാതായി പോകും, ഉപയോഗയോഗ്യമാകത്തില്ല. അതുപോലെ പലർക്കും വിശ്വാസി എന്ന് പറയുന്നുണ്ട്, വിശ്വാസം തൊട്ട് വെച്ചിട്ട് രക്ഷിക്കപ്പെട്ടിട്ട് 10 കൊല്ലമായി 20 കൊല്ലമായി 30 കൊല്ലമായി എന്നൊക്കെ പറയുന്നുണ്ട്, വിശ്വാസം തൊട്ട് വെച്ചിട്ടില്ല. എങ്ങാണ്ട് പോയി. അതിനൊരു മികവില്ല. അത് മാത്രമല്ല, അടുത്ത് അവിടെ കൊണ്ട് തീർന്നില്ല. അതിനോട് പരിജ്ഞാനം, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അവനെക്കുറിച്ചുള്ള അറിവ്. അതിൻ്റെ 3-ാം അവസാന വാക്യത്തിലുണ്ട്, കൃപയിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവേൻ. പാരമ്പര്യം പറയാണ്ട് യേശു ആരാന്ന് ഇപ്പോഴും അറിയത്തില്ല. എൻ്റെ കർത്താവ് എനിക്ക് സകലത്തിനും മതിയായവനെന്ന് ധൈര്യമായി പറയാൻ ഇന്ന് വിശ്വാസിക്ക് ധൈര്യമില്ലല്ലോ. ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല, പറഞ്ഞു വിട്ടേക്കട്ടെ. മാത്രമല്ല, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ ജയമില്ലല്ലോ. ചിലർക്ക് നാക്കിൻ്റെ മേൽ ജയമില്ല, ചിലർക്ക് കണ്ണിൻ്റെ മേൽ ജയമില്ല, ചിലർക്ക് ചിന്തയ്ക്ക് ജയമില്ല. ആ പാടെ വല്ലാതെ കുഴഞ്ഞ അവസ്ഥ. പേരെന്താ? ഞാൻ പോകാനിരിക്കുക എന്നാ, ഞാൻ ഒരുങ്ങിയിരിക്കുക എന്നാ. മാത്രമല്ല, അതിനോട് സ്ഥിരത ഒരാട്ടവും ഇല്ല. ഉപദേശത്തിൻ്റെ കാറ്റുകൾ വരുമ്പോൾ ഒന്നും ആടിപ്പോകത്തില്ല. സ്ഥിരത, ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി. ഇന്ന് അതുമില്ലല്ലോ. വിചാരം ഒന്ന് പേടിപ്പിക്കുമ്പോഴേക്ക് ഭയന്ന് പറയുന്ന വിശ്വാസികളിലെ ഇന്ന് ഭക്തി. ഇന്ന് ദൈവഭക്തി ആദായ സൂത്രമാണ്. ഭക്തിയുടെ വേഷമുണ്ട്. എന്തിന്? കാശുണ്ടാക്കാൻ, ലോകത്തിന് നേട്ടമുണ്ടാക്കാൻ. വേഷഭക്തി, കപടഭക്തി, അത് വേറെ വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാം. കപടഭക്തി മാത്രമല്ല, സഹോദര സ്നേഹം തൊട്ടു വെച്ചിട്ടുണ്ടോ? ഇന്നെല്ലാം എനിക്കും ദൈവത്തിനും എൻ്റെ സഹോദരന് സമ്പർക്കമില്ല. അതല്ലേ ഇന്ന് കാണുന്നേ. സഹോദരനെ പകയ്ക്കുന്ന, സഹോദരനെ വെറുക്കുന്ന, സഹോദരനെ ദ്രോഹിക്കുന്ന, സഹോദരനെ നിന്ദിക്കുന്ന, അപമാനിക്കുന്ന ദുഃഖകരമായ സ്ഥിതിവിശേഷമല്ലേ ഇന്ന് കാണുന്നേ. മാത്രമല്ല, ദൈവസ്നേഹം ഇതെല്ലാം കൂട്ടിക്കൊള്ളി. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കൂട്ടുക എന്ന് മാത്രമല്ല, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, മൾട്ടിപ്ലൈ, ഗുണനം, ഓരോ ദിവസവും വർദ്ധിക്കുക എങ്കിൽ നിങ്ങൾ നിഷ്ഫലന്മാരായിരിക്കത്തില്ല. അപ്പോൾ ഇവയില്ലാത്തവനാ കൂടുതൽ. അല്ലെങ്കിൽ ദീർഘദർശനം ഉള്ളവർക്ക്, ദീർഘവീക്ഷണമുള്ളവർക്ക്, ഫാർ സൈറ്റഡ് ആയവർക്ക് ഇതെല്ലാം വർദ്ധിക്കും. എന്നാ ഷോർട്ട് സൈറ്റ് ഉള്ളവരുടെ ഒരു ലക്ഷണം കൂടെ ഞാൻ പറയാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ അത്രേ. അത് തമിഴില് നാം ഇമ്മയ്ക്കാകെ മാത്രം, വലിയ അർത്ഥവ്യത്യാസമുണ്ട് മലയാളവുമായിട്ട്. ഈ ആയുസ്സിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരും നിർഭാഗ്യരത്രേ. ഇന്നെന്താ കാണുന്നത്? എന്താ പ്രസംഗം? കർത്താവായ യേശുവിനെ സേവിച്ചാൽ വാളല്ല തലയാകുകയല്ലേ, കാറ് കിട്ടും, എസ്റ്റേറ്റ് കിട്ടും, ബാങ്ക് ബാലൻസ് കൂടും, ലോകത്തിൽ തന്നെ സ്ഥാനം കൂടും, സമൂഹം മാനിക്കും, എല്ലാവരും ആദരിക്കും. എന്തിനു പറയും? ഇന്നത്തെ പ്രസംഗവേദികളെല്ലാം ഇതല്ല. നീ അനുഗ്രഹമായിരിക്കും, പുറത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. മാവ് കുടിക്കാൻ തോട്ടി ഒരു പാട്ട് കൊണ്ടല്ലോ, ഏതാ? എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ. എന്തു
എന്ത് ബോധത്തിൽ അവർ കാണിക്കുന്ന അറിയത്തില്ല. യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഇവ ഇല്ലാത്തവനോ കുരുടനാത്രേ. ലോകത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, ദ്രവ്യാഗ്രഹത്താൽ നിറഞ്ഞ ദുരാഗ്രഹികളായി ഒരുങ്ങിയിരിക്കുക. പാടും ബുദ്ധിയുള്ള നിർമ്മല കന്യക പോലെ ഒരുങ്ങുന്നേ. എൻ്റെ വാക്കളെ ചുരുക്കട്ടെ. പ്രിയ ദൈവജനമേ, വളരെ ശ്രദ്ധിക്കുക. ഇവയില്ലാത്തവനോ കുരുടനാത്രേ. ക്രിസ്തുദൃഷ്ടി ഇവിടെയുള്ളത് മാത്രം, ഈ ആയുസിൻ്റെ മാത്രം ക്രിസ്തുവിനെ സേവിക്കുന്ന ലോകത്തിന് വേണ്ടി, ഇവിടുത്തെ നേട്ടത്തിന് വേണ്ടി, ഇവിടുത്തെ പദവിക്ക് വേണ്ടി, ഇവിടുത്തെ അംഗീകാരത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ തലമുറയിൽ ജീവിച്ച വിശുദ്ധന്മാർ അതാഗ്രഹിച്ച് അങ്ങ് ഉയരത്തിലേക്ക്, ഇവിടെ ഒന്നും വേണ്ട, നല്ല സ്ഥാനമുള്ളവർ, നല്ല പദവിയുള്ളവർ, നല്ല വിദ്യാഭ്യാസമുള്ളവർ ആ ചവറം നേടിയിട്ട് കർത്താവിന് പുറകെ ഇറങ്ങി അവൻ്റെ ക്രൂശിൽ വന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. എത്ര ഭാഗ്യം! ഇന്നോ ഇല്ലാത്തവന് ക്രിസ്തുദൃഷ്ടി. അപ്പോൾ 2 പത്രോസ് 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള അനുഭവങ്ങൾ നമുക്കില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുന്നില്ലെങ്കിൽ, അത് വർദ്ധിക്കുന്നില്ലെങ്കിൽ നാം ക്രിസ്തുദൃഷ്ടിയാണ്. പാവങ്ങളുടെ ശുദ്ധീകരണം മറന്ന് ക്രിസ്തുദൃഷ്ടിയായി മുന്നോട്ട് നീങ്ങാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഒരുങ്ങിയിരിക്കുന്ന ലക്ഷണം അതല്ല. ദീർഘവീക്ഷണം മാത്രമല്ല, അത് പത്രോസ് ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ 11-ാം വാക്യം, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇങ്ങനെ ചെയ്താൽ എങ്ങനെ? 10-ാം വാക്യത്തിൽ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. വിളിയും തെരഞ്ഞെടുപ്പും അതെന്താ? അത് 5-ാം വാക്യം മുതൽ 7-ാം വാക്യം മുതലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൂടി വർദ്ധിച്ച, വിശ്വാസത്തിൽ മികച്ച, പരിജ്ഞാനത്തിൽ നിറഞ്ഞ, ചിന്തയുള്ളവരായി സകലത്തെയും ജയിച്ച, ദൈവഭക്തിയോടെ ഉറച്ച് പാറ പോലെ ഉറച്ചു നിന്ന് സഹോദരങ്ങളെ സ്നേഹിച്ച്, കൂട്ടുസഹോദരങ്ങളെ സ്നേഹിച്ച്, ദൈവസ്നേഹം വെളിപ്പെടുത്തി നാം ജീവിക്കുമ്പോൾ, അത് നമ്മൾ വർദ്ധിച്ച് വരുമ്പോൾ നമ്മൾ ക്രിസ്തു സമാനരാകും. നമ്മുടെ ജീവിതം ധന്യമാകും. എങ്കിൽ അങ്ങോട്ട് ദൈവരാജ്യത്തിലുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇതാണ് ഒരുങ്ങിയിരുന്നവർ. അവർക്ക് മണവാളിൻ്റെ കൂടെ പോയാൽ മതി. അവന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശ്രദ്ധിക്കാം. കാര്യഗൗരവമുള്ളവരായി, കരുതലുള്ളവരായി, ദീർഘവീക്ഷണമുള്ളവരായി നാം ജീവിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. നമുക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല. നമ്മുടെ പ്രാണപ്രിയനോട് നാം ചേരുവാൻ്റെയാകും. വലിയവനായ ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനം ഒരുങ്ങിയിരുന്നവർ എന്ന ബന്ധത്തിൽ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. കർത്താവെ, കാര്യഗൗരവമുള്ളവരെ അങ്ങയുടെ വചനത്തെ ഗൗരവമായെടുത്ത് ആത്മീയമായി കരുതലുള്ളവരായി ദീർഘവീക്ഷണത്തോടെ ഞങ്ങളുടെ ക്രിസ്തു നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വരവിങ്കൽ ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളോടങ്ങ് സംസാരിക്കണമേ, ബോധ്യപ്പെടുത്തണമേ, ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.